ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറന്റ് എനർജി ലെവലാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പേഴ്സന്റെ ഇപ്പോഴത്തെ ചിന്താഗതിയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടത്തുള്ളൂ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, സോ എല്ലാവരുടെയും എനർജി ആയിട്ട് ഇത് മാച്ച് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ ഒരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഇത് കാണുന്നത് അപ്പോൾ മുതലാണ് ഇതിൽ വാലിഡ് ആവുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വൈറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. മൈൻഡിൽ എല്ലാ സ്ട്രെസ്സും മാറ്റി വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഒറ്റപ്പെട്ട, അല്ലെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ നേരത്തെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറിയതിനു ശേഷം ആണെങ്കിൽ കൂടെ തന്നെ അയാൾ ഇപ്പോഴും ഒരു സ്റ്റിൽ ഒരു സിംഗിൾ ലൈഫാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അയാളുടെ ഒരു എനർജി എന്ന് വെച്ചാൽ അയാളുടെ കൂട്ടത്തിൽ വേറെ പാർട്ട്നേഴ്സോ അങ്ങനെ ആരും തന്നെ ഇല്ല ഇപ്പം നിലവിൽ. അപ്പോൾ ആ ഒരു എനർജിയിലാണ്. അതുപോലെ തന്നെ അയാളുടെ ലൈഫിൽ പുതിയ അതായത് നെക്സ്റ്റ് ലെവലിലോട്ട് അയാൾ പോവുകയാണ് അയാളുടെ ലൈഫിൽ. അതായത് അയാളുടെ ജീവിതത്തിലെ പുതിയ ഓരോ കാര്യങ്ങൾ, നല്ല വളർച്ചകൾ, അതായത് ജോലിപരമായിട്ടും ഫിനാൻഷ്യലിയും സ്പിരിച്വലി ഒക്കെ അയാൾക്ക് നല്ലൊരു ചേഞ്ചസ് ആണ് ഇപ്പോൾ വരുന്നത്. അതായത് അയാളിപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന് ശേഷം അയാളുടെ ജീവിതത്തിൽ അയാൾ കടന്നു പോയിട്ടുള്ള ഓരോ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് അയാൾ ചിലപ്പോൾ കുറച്ച് ലെസൺസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ അയാൾക്ക് മനസ്സിലിരിക്കുന്നതൊക്കെ കൊണ്ട് തന്നെ അയാളിപ്പോൾ ലൈഫിൽ പുതിയ ഒരു ആംഗിളിലാണ് കാണാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അയാളുടെ ശരിക്കും ഒരു നല്ലൊരു ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും അയാൾക്ക് ഒരുപാട് ചേഞ്ചസ് ഒക്കെ അയാളുടെ ലൈഫിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയിലാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു വ്യക്തി നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ചിന്തകൾ വരും. പക്ഷെ അയാൾ കൂടുതലും കമ്മിറ്റഡ് ആയിട്ടുള്ളത് അയാൾക്ക് വേറെ റിലേഷൻഷിപ്പോ അങ്ങനെയുള്ളതിനല്ല, അയാളുടെ ഫ്യൂച്ചർ, ഇപ്പൊ ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ അയാൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അയാൾ നിങ്ങളുടെ കാര്യങ്ങൾ ഓർക്കുന്നത്. അപ്പൊ ഈ ഫ്യൂച്ചറിനെ കുറിച്ച് അയാൾ ചിന്തിക്കുന്നത് കൊണ്ട് അയാളുടെ മുമ്പിലുള്ളത് ജോലിപരമായിട്ടും ഫിനാൻസും അങ്ങനെ ഫ്യൂച്ചറിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പ് അല്ലാതെ ഫിനാൻസ് പരമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, അതിനെപ്പറ്റിയാണ് അയാൾ കൂടുതലും, അങ്ങനത്തെ കാര്യത്തിലോടാണ് അയാൾ കൂടുതൽ ഇപ്പോൾ കമ്മിറ്റഡ് ആയിരിക്കുന്നത്. അപ്പം ഇതൊരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് നിങ്ങളുടെ ഒരു ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ടുള്ള ആ ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കുറെ നാളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ ആ ഒരു വ്യക്തിക്ക് ഇപ്പൊ ശരിക്കും ചിലപ്പോൾ അയാൾക്ക് വേറെ നിങ്ങളിൽ നിന്ന് പോയതിനു ശേഷം വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ അയാൾ സ്റ്റിൽ സിംഗിൾ ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരാളുമായിരിക്കാം. അപ്പോൾ ഇപ്പൊ അയാളുടെ കറന്റ് എനർജി എന്ന് പറഞ്ഞാൽ അയാളുടെ ചുറ്റിനും പാർട്ട്നേഴ്സ് ആരും തന്നെ ഇല്ല. അയാളുടെ കൂടെ അയാൾ ഒരു സിംഗിൾ എനർജി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ തന്നെ അവർ തമ്മിൽ നോർമൽ ഒരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്തൊന്നും അല്ല പോകുന്നത്. അവർ തമ്മിൽ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ശരിക്കും ഇയാളൊരു സിംഗിൾ ലൈഫ് തന്നെയാണ് അയാൾ ഇപ്പൊ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു എനർജിനാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇയാൾക്ക് നിങ്ങളോട് നിങ്ങളുടെ വിചാരങ്ങളൊക്കെ ഇടയ്ക്ക്, അതായത് എപ്പോഴും ഒന്നുമില്ല, ഇടയ്ക്ക് അയാൾക്ക് തോന്നാറുണ്ട്. പിന്നെ അയാൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അയാളുടെ ബെറ്റർ ലൈഫിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, അതായത് വർക്ക് പരമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അയാൾ കൂടുതൽ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ അയാളുടെ ഇപ്പോഴത്തെ ഒരു എയിം എന്ന് പറയുകയാണെങ്കിൽ അയാൾക്ക് കുറച്ചുകൂടെ നല്ലൊരു ലൈഫ് കിട്ടാൻ വേണ്ടി നല്ലൊരു ജോലി, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ, ഹയർ സ്റ്റഡീസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഇവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇയാളുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇയാളുടെ പാസ്റ്റ് ലൈഫിന്, അതായത് പാസ്റ്റ് നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റിയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അയാളുടെ ഉള്ളിൽ ഉള്ള ഒരു ഫീലിംഗ് എന്ന് പറയുകയാണെങ്കിൽ അയാൾക്ക് അയാളുടെ ലൈഫ് നല്ല രീതിയിൽ സെറ്റിൽ ആക്കിയിട്ട് നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് റിലേഷൻ, അതായത് നിങ്ങളോട് അയാൾക്ക് ഇപ്പോൾ ഒരു ഇഷ്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ചിന്തിക്കുന്നുണ്ടല്ലോ നിങ്ങളെപ്പറ്റി. അപ്പൊ അതുകൊണ്ട് അയാൾക്ക് അയാളുടെ ആ ഒരു ജോലിപരമായ
പഠനമായിട്ടും സ്റ്റഡീസും ഒക്കെ നല്ല രീതിയിലായിട്ട് അയാളുടെ ലൈഫ് കുറച്ച് നല്ലൊരു രീതിയിലായതിനു ശേഷം നിങ്ങളുമായിട്ടുള്ളൊരു ലൈഫ് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നല്ല രീതിയിലൊരു കമ്മിറ്റ്മെന്റും ഒരു മാരേജ് അതുപോലെ ഒരു ജീവിതം അയാൾ വളരെയധികം ഇപ്പം ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും നിങ്ങളുടെ ഒരു എനർജി അയാൾക്ക് വേണമെന്ന് അയാളുടെ ഉള്ളിൽ വളരെയധികം ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു നല്ല രീതിയിലൊരു ജോലി അല്ലെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു പൊസിഷനിൽ എത്തിയതിനു ശേഷം നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ച് വന്നിട്ട് നിങ്ങളോട് വീണ്ടും ഒരു പ്രപ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള അടുത്തൊരു വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതിനു വേണ്ടി അയാളുടെ ലൈഫ് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. അതായത് അയാൾക്ക് വേണം നിങ്ങൾ. അപ്പം ഇനി അയാൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുമ്പോൾ അയാൾ ഒരു അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കമ്മിറ്റഡ് ആക്കാൻ വേണ്ടിയുള്ള ആ ഒരു രീതിയിലാണ് ആ ഒരു പേഴ്സൺ വരുന്നത്. ബിക്കോസ് അയാൾക്കിപ്പോൾ നിങ്ങളായിട്ടൊരു ഫാമിലി അയാൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു പേഴ്സണ് ഇയാളുടെ ലൈഫിൽ പൈസ, അത് ഫിനാൻസ്, പൈസയുടെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ അയാൾ നോക്കുന്നത്. അതുപോലെ തന്നെ ഇയാൾക്ക് ഒരു പേടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇനിയും ഇയാളുടെ ലൈഫ് ഇത്രയും നാളും ഇയാൾ വേറെ ഏതോ ഒരു നമ്മൾ പറയുന്ന പോലെ വേറെ ഏതോ ഒരു മൈൻഡിലാണ് ഇയാളുടെ ചിന്തയും കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അയാൾ ഒട്ടും പ്രാക്ടിക്കൽ അല്ലായിരുന്നു ആ ഒരു പേഴ്സൺ. ജീവിതത്തെ പറ്റി വലിയ സീരിയസ് ആയിട്ടോ അങ്ങനത്തെ ഒന്നും എടുത്തൊരു ആളല്ലായിരിക്കാം. അപ്പൊ ഇപ്പൊ അയാളുടെ ലൈഫിൽ വന്നിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇപ്പോൾ അയാളിപ്പോൾ പൈസപരമായിട്ടും ജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട് കാണാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അയാൾ ശരിക്കും എല്ലാം ഒന്ന് സ്റ്റേബിൾ ആയിട്ട് നല്ല രീതിയിൽ അയാളുടെ ലൈഫിനെ മെച്ചപ്പെടുത്തണം എന്നൊക്കെ ശരിക്കും ഒരു തീരുമാനത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അയാളിപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പൈസാപരമായിട്ടും എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ആവുക, അതാണിപ്പോൾ അയാളുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി അയാൾ ഇത്രയും നാളും ജീവിച്ചിരുന്ന ആ ഒരു സ്റ്റൈലിൽ നിന്നെല്ലാം കംപ്ലീറ്റ്ലി മാറിയിട്ട് പുതിയൊരു പേഴ്സണായിട്ട് വരണം. അപ്പോൾ അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒപ്പം ജീവിക്കാൻ അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ പഴയ കാര്യങ്ങൾ പറഞ്ഞ് അടിയുണ്ടാക്കി വീണ്ടും പ്രശ്നം ഉണ്ടാക്കാതെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായ എന്താണ് കാര്യം അതിനെ പറ്റി നിങ്ങൾ സംസാരിച്ച് ഒരു നല്ല ഒരു തീരുമാനം എടുക്കാനാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. ബിക്കോസ് നിങ്ങൾ ഒന്നിച്ച് അയാൾ വീണ്ടും നിങ്ങളുടെ അടുത്തോട്ട് തന്നെ തിരിച്ചു വരുമ്പോൾ അയാളുടെ മിസ്റ്റേക്സുകൾ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അയാളോട് പറയാനുള്ളത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ലപോലെ അയാളോട് സംസാരിക്കുക. നിങ്ങളുടെ ഫീലിങ്സും നിങ്ങളുടെ ഇമോഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പം ഷെയർ ചെയ്യുന്നതിനനുസരിച്ച് അയാളിപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടിരുന്ന ഒരു എനർജിയിലുള്ള ഒരു പേഴ്സൺ അല്ല. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ചിലപ്പോൾ നിങ്ങൾ അന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴായിരിക്കും അയാൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ അയാളോട് ഷെയർ ചെയ്യുമ്പോൾ അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും, നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് ഒക്കെ. അപ്പം അതുപോലെ തന്നെ അയാൾക്ക് എന്താണ് പറയാനുണ്ടായിരുന്നത്, അയാളുടെ പ്രോബ്ലംസും കൂടെ നിങ്ങൾ കേൾക്കാൻ തയ്യാറാകണം. അതാണ് യൂണിവേഴ്സ് വരുന്നത്. ബിക്കോസ് നിങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് കാണുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്ത് വേണം നിങ്ങൾ സംസാരിക്കാൻ. നിങ്ങളുടെ ഫീലിങ്സും ഇമോഷൻസും എല്ലാം ഷെയർ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എനർജീനെ ബാലൻസ് ചെയ്യുക എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. അത് നമുക്ക് യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ ഫീലിങ്സും ഇമോഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇപ്പോഴത്തെ ആ ഒരു എനർജിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ അത്രയും തകർത്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ. അപ്പം ആ ഒരു പേഴ്സൺ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നിങ്ങളുടെ ആ ഒരു ഇമോഷൻ അനുസരിച്ചാണ് ഇരിക്കുന്നത്. അപ്പം അയാൾ വരുമ്പോൾ അയാൾ ശരിക്കും ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിന് താല്പര്യപ്പെട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങൾ അയാൾക്ക് കൂടെ പറയാനുള്ളത് കേൾക്കുക. അല്ലാതെ നിങ്ങൾക്കുണ്ടായ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ശരി സമ്മതിച്ചു, പക്ഷെ നിങ്ങൾ അങ്ങ് സംസാരിച്ചു കഴിഞ്ഞ് തീരാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവത്തുള്ളൂ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചും സഹിച്ചും പുറത്തും നിങ്ങൾ ജീവിക്കാനാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ അയാളോട് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങളെ തീരുമാനങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്ന്. അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം നിങ്ങൾ അയാളോട് വെളിപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സന്റെ ഇപ്പോഴത്തെ എനർജി എന്ന് വെച്ചാൽ ഇയാൾ എല്ലാം കൊണ്ടും തകർന്നും, അതായത് നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളും നിങ്ങളോട് ഓരോ ചിലപ്പോൾ റിലേഷൻഷിപ്പ്
നല്ലൊരു കമ്മിറ്റഡ് രീതിയിലൊക്കെ ആയിരിക്കാം പോയിട്ടുള്ളത്. ചിലപ്പോൾ ഇയാൾ ചീറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കാം. അങ്ങനെ അതായത് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്കൊട്ടും താങ്ങാൻ വയ്യാത്ത രീതിയിലുള്ള ഒരു ആക്ഷനൊക്കെ ആയിരിക്കും അയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് അയാൾക്ക് ഇപ്പോൾ ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അതിൽ ഇയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഒരുപാട് കള്ളത്തരങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ അയാൾ നിങ്ങളോട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇയാളൊരു ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നിങ്ങൾ അയാളെ വിശ്വസിച്ചിരുന്ന എന്താണോ അതിലൊക്കെ, അതായത് അയാൾ ഒരുപാട് ചീറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഇയാളോട് യാതൊരു ടൈപ്പ് ഓഫ് ട്രസ്റ്റും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. കാരണം വെച്ചാൽ ഉണ്ടായിരുന്ന വിശ്വാസം എല്ലാം തകർത്തിട്ടായിരിക്കും ഇയാൾ പോയത്. അപ്പൊ നമ്മൾ ഒരിക്കലും വിചാരിച്ച് കാണില്ല ഈ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ നിങ്ങളോട് കാണിക്കുമെന്ന്. പക്ഷെ അയാളുടെ ഭാഗത്ത് നിന്ന് എക്സ്ട്രീം ലെവലിലുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ മൈൻഡ് ഒരുപാട് തകർന്നാണ് ഇരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇയാൾക്ക് വന്നിരിക്കുന്ന ആ ഒരു ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ കൊണ്ട് ഇയാൾക്ക് ഇപ്പോൾ അയാൾ ചെയ്ത മിസ്റ്റേക്സും കാര്യങ്ങളും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് ഒരുപാട് വിഷമമുണ്ട് നിങ്ങളോട് അങ്ങനെ കാണിച്ചതിലും. അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി അയാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളോടൊരു സോറി പറയാനും നിങ്ങളുടെ മുമ്പിൽ വന്ന് മാപ്പ് അപേക്ഷിക്കാനും എല്ലാ തരത്തിലും, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ആ ഒരു വല്ലാത്തൊരു ഇമോഷണൽ ഇതൊക്കെ നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ അയാൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഇന്നേ വരെയും കാണാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ, അതായത് സ്വഭാവമൊക്കെ കാണിക്കുക. അതായത് വിഷമങ്ങൾ കൊണ്ട് അയാൾ ചിലപ്പോൾ അയാൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യണമെന്ന് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും അയാളുടെ ഇമോഷൻസ് ഒക്കെ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ അത്രയ്ക്ക് ദുഃഖിതനാണ് ആ ഒരു പേഴ്സൺ. അപ്പോൾ അയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്തതിലും നിങ്ങളോട് അയാൾ എന്ത് തെറ്റാണോ ചെയ്തത് അതിലൊക്കെ നിങ്ങൾക്കും ഒരുപാട് വിഷമമുണ്ട്. അപ്പൊ ഈ ഒരു പേഴ്സൺ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പ്രതികരിക്കുന്നത് വേറൊരു ആംഗിളായിരിക്കും. ചിലപ്പോൾ ദേഷ്യപ്പെട്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതിലാണ്. ചിലപ്പോൾ ഭയങ്കരമായിട്ടും കരഞ്ഞും സങ്കടം ആ ഒരു രീതിയിലായിരിക്കും ചിലർ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് നിങ്ങളത് എക്സ്പ്രസ് ചെയ്യുക. അതല്ലാതെ ഉള്ളിൽ പിടിച്ച് നിൽക്കുകയല്ല ചെയ്യണം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്രസ് ചെയ്ത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് ബാലൻസ് ആവുക. ഈ ഒരു പേഴ്സണ് ഒരുപാട് ഉള്ളിൽ കുറ്റബോധമുണ്ട്. നിങ്ങളെ ചതിച്ചു അതായത് ഒരു പ്രോമിസ് വന്നിട്ട് ആ പ്രോമിസ് ഒന്നും കീപ്പ് ചെയ്യാതെ പോയതിനൊക്കെ അയാൾ ഇപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ആ ഒരു എനർജിയിൽ. അപ്പോൾ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലോട്ട് തിരിച്ചു വരിക തന്നെ ചെയ്യും. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ പറ്റിയുള്ള ഒരുപാട് ചിന്തകളും ഇഷ്ടമൊക്കെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും. പിന്നെ നിങ്ങൾ തമ്മിൽ കാണുന്ന ആ ഒരു സമയം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഫിസിക്കലി ഇമോഷണലി ഉള്ള ഒരു അറ്റാച്ച്മെന്റൊക്കെ ഒക്കെ നമുക്ക് വാക്കുകൾ കൊണ്ട് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇമോഷണൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റീയൂണിയൻ ടൈമിൽ. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ നല്ല രീതിയിലൊരു സ്നേഹവും അതുപോലെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തീർച്ചയായും ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.